Good afternoon. Good afternoon. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ HMIFല് ചെറിയൊരു പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? HMSലെ ഒരു ചെറിയൊരു പാർട്ടാണ് ഞാൻ ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ആ ടോപ്പിക്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നത് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഇൻഫർമേഷൻസ് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, എന്തെല്ലാം ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റമാണ് ഫുൾ കൺട്രോളും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രോഗി പരിചരണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നതാണ് ഹെൽത്ത് കെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ചികിത്സയിലെ പിഴവുകൾ കുറയ്ക്കുക, ആരോഗ്യ സേവനങ്ങൾ വേഗത്തിലാക്കുക, ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ശരിയായ തീരുമാനമെടുക്കാൻ അവർക്ക് ഓൾറെഡി പേഷ്യൻസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങൾ അറിയെങ്കിൽ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആണ്. പിന്നെ ഭരണകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ട് ടൈപ്പാണ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉള്ളത്. പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത്, രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം, ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് രോഗി പരിചരണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത, എന്നുവെച്ചാൽ ഭരണപരമായും സാമ്പത്തികവുമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. രോഗിയായിട്ട് നേരിട്ട് നിങ്ങൾക്ക് റിലേഷൻ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ആരായിട്ട് ഉണ്ടാവില്ല? രോഗികളായിട്ട് ഉണ്ടാവില്ല അല്ലെ? ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടോ ഹോസ്പിറ്റൽ മേഖലയിൽ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഇന്റേൺഷിപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ നേരിട്ട് എന്താ പറയാ രോഗി പരിചരണമായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷെ നമ്മളില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ ഫുൾ വർക്കും മേ ബി എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ഒരുപാട് ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് പേജ് നമ്പർ എത്രയാണ് അറിയോ? എന്റെ PDF പേജ് നമ്പർ കാണുന്നില്ല. 1 അത് തന്നെയാണോ? ഓക്കെ, അപ്പോ നമ്മൾ നോക്കുന്നത് മേജർ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം, ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ട് ടൈപ്പാണ് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. There are two primary categories of healthcare information system: administrative and clinical. A simple way to distinguish them is by the purpose and the type of data they contain. So, നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ പർപ്പസും ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നോക്കിയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. An administrative information system or administrative application contain preliminary administrative or financial data, and as it's generally used to support the management function and the general operation of the healthcare organization.
It deals with the administrative and financial data. നമ്മുടെ administrative financial system എന്ന് പറയുന്നത് നമ്മൾ administrative dataസും financial dataസും കൈകാര്യം ചെയ്യുന്നത്. Support the management. നമ്മുടെ മാനേജ്മെന്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Daily operations of the healthcare organization. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഡെയിലി ഓപ്പറേഷൻസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Used for planning, controlling and decision making. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് പ്ലാനിങ്ങിന്, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിനും അതേപോലെ തന്നെ കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, an administrative information system might contains information used to manage പേഴ്സണേഴ്സ്. നമുക്ക് ഓരോ വ്യക്തികളെയും മാനേജ് ചെയ്യാനായിട്ട് ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഫിനാൻസ്, നമുക്കറിയാം ഫണ്ടും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ. മെറ്റീരിയൽസ്, ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, സപ്ലൈസ് ഉണ്ടാവും, മെഡിസിൻസ്, എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യും. It might be a system for human resource management. HRM എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടല്ലേ വന്നത്? ഓക്കെ, ഇവിടെയുണ്ട്. HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ബിഹേവിയറിലുള്ള വ്യക്തികളായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓരോ ഇൻഡിവിജ്വലും എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. സോ ഇവരെ ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നതാണ്. 111 ആണോ പ്രീതി? മെറ്റീരിയൽസ് മാനേജ്മെന്റ്, നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ള മെറ്റീരിയൽസും കാര്യങ്ങളും മാനേജ് ചെയ്യുക. പേഷ്യന്റ് അക്കൗണ്ടിങ് ഓർ ബിൽസ്, ഓരോ പേഷ്യൻസിന്റെയും അക്കൗണ്ട്സും കാര്യങ്ങളും വെരിഫൈ ചെയ്യുക, അവർക്ക് അവരുടെ ബില്ലുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുക. ഓർ സ്റ്റാഫ് ഷെഡ്യൂളിംഗ്, സ്റ്റാഫുകളെ ഓരോ സ്റ്റാഫ്സും എന്തെല്ലാം വർക്ക്സും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് സെലക്ട് ചെയ്യാം. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. Then revenue cycle management. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? RCM വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ എങ്ങാനും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. RCM എന്ന് ഷോർട്ട് ആയിട്ട് പറയും. ഇപ്പൊ നമ്മുടെ ഷോർട്ട് ഫോം ആയിട്ട് ചോദിച്ചില്ല, ഫുൾ ഫോം പറയുന്നത് അല്ലെ? Revenue cycle management എന്ന് പറയുക. Revenue cycle management is a very important for financial stability of the hospitals. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വരുന്നത് അക്കൗണ്ട്സ് റിസീവബിൾസ് ഫോളോ അപ്പ്. അക്കൗണ്ട്സ് റിസീവ്, നമുക്ക് എത്ര പൈസ കിട്ടാനുണ്ട്, എത്ര പൈസ കിട്ടി. പേഷ്യൻസ് കളക്ഷൻ, ഓരോ പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്. റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ ചാർജസ് ക്യാപ്ചർ, നമ്മൾ ഓരോ കാര്യങ്ങൾക്കും എത്ര രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. കോഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ റിവ്യൂസ്, പിന്നെ മാനേജ്ഡ് കെയർ കോൺട്രാക്ട്സ്, ഡെന്റൽ മാനേജ്മെന്റ് ഓഫ് ക്ലെയിം പേയ്മെന്റ് പോസ്റ്റിംഗ്. ഇതെല്ലാമാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിൽ വരുന്നത്. അപ്പോ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണം. അക്കൗണ്ട്സ് റിസീവബിൾ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ട്, ഓരോ പേഷ്യൻസിൽ നിന്നും എത്ര രൂപ ഇത് നമ്മൾ കളക്ട് ചെയ്യണം. പേഷ്യൻസ് കളക്ഷൻ, പേഷ്യൻസിന് എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്. ചാർജ് ക്യാപ്ചർ, ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എത്ര രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. കോഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, അപ്പോ ഓരോ ഡോക്യുമെന്റ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചാർജ് കാര്യങ്ങളും വരുന്നുണ്ട്. മാനേജ് കെയർ കോൺട്രാക്ടിങ്, നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടോ. ഡെന്റൽ മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ്, നമ്മൾ ഇൻഷുറൻസ് ക്ലെയിംസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ടോ. പേയ്മെന്റ് പോസ്റ്റിംഗ്, പേയ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. ഇതാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് നമുക്ക് നോക്കാനുണ്ട്. നമുക്കിനി അഡ്മിനിസ്ട്രേറ്റീവ് കേട്ടോ.
നമ്മളിനി അഡ്മിനിസ്ട്രേറ്റീവ് ആപ്ലിക്കേഷൻസിൽ നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് എന്നാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, അതിലാദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയല്ല, ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലേ? അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളല്ലേ നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ്? അതെ. അപ്പോ അവർക്ക് മാനേജ് എംപ്ലോയി ഇൻഫർമേഷൻസ്, എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുക, മാനേജ് ദർ സാലറി ആൻഡ് വേജസ്, അവരുടെ ബെനഫിറ്റ്സ് കാര്യങ്ങളും എഡ്യൂക്കേഷൻ, ട്രെയിനിങ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നത് ഏത് സിസ്റ്റത്തിന് കീഴിൽ വരും? അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കീഴിലാണ് വരുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കീഴിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഏത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ ഫോർ ദ സ്റ്റാഫ്സ്. നമ്മുടെ സ്റ്റാഫ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുകയാണ് ഈ ഒരു സിസ്റ്റത്തിന് കീഴിൽ വരുന്നത്. ഇൻക്ലൂഡിങ് സാലറി, ബെനഫിറ്റ്സ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് എക്സെട്ര. ഒരു സ്റ്റാഫിനെ കുറിച്ച് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ, ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇൻഫർമേഷനിൽ വരും. ഓക്കെ, സെക്കൻഡ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ നല്ല രീതിയിൽ ഇവരുടെ ബെനിഫിറ്റ്സും സാലറിയും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യുക എന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു മാനേജ്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഡറിംഗ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ ഓഫ് സപ്ലൈസ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഇൻവെന്ററീസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുക, അത് സപ്ലൈ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം അല്ലെ, ഒരു എമർജൻസി മെഡിസിന്റെ വാല്യൂ ഒരു ജീവനായിരിക്കും അല്ലെ. ഒരു ജീവന്റെ വാല്യൂ ഉണ്ടാവും ഒരു എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത്.
ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ ഒരു എമർജൻസി മെഡിസിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സപ്ലൈസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻവെന്ററി ഓഫ് സപ്ലൈസും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓർഡറിംഗ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ ഓഫ് സപ്ലൈസ്, എക്യുപ്മെന്റ്സിന്റെ റിക്വയർമെന്റ്സ്, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ഏതൊരു മാനേജ്മെന്റ് കീഴിലാണ് വരുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റിന് കീഴിലാണ് വരുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മോണിറ്റർ ദ ഫ്ലോ ഓഫ് റവന്യൂ ഫ്രം ചാർജ് ക്യാപ്ചർ ടു ദ പേഷ്യന്റ് കളക്ഷൻ. പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏതൊക്കെ വഴിയിലൂടെ അല്ലെങ്കിൽ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് റവന്യൂ നമുക്ക് കിട്ടുന്നത് എന്നതെല്ലാം നമുക്ക് ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് വരും. ഇന്റഗ്രേറ്റ് ദ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം നടപ്പിലാക്കാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് മോണിറ്റർ ദ എൻറ്റയർ ഫ്ലോ ഓഫ് റവന്യൂ ജനറേഷൻ. അപ്പോൾ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ജനറേഷനെ ഫുൾ റവന്യൂ ജനറേഷനിൽ മോണിറ്റർ ചെയ്യുക എന്നതാണ്. ഫ്രം ചാർജ് ക്യാപ്ചർ ടു ദ പേഷ്യന്റ് കളക്ഷൻ. പേഷ്യൻസിന്റെ കയ്യിൽ നമ്മൾ എത്ര ചാർജസ് ക്യാപ്ചർ ചെയ്യുന്നു. ജനറലി റിലൈസ് ഓൺ ഇന്റഗ്രേഷൻ ഓഫ് എ host of administrative and financial applications. നമ്മൾ ഇതിലെല്ലാ കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. കാരണം പേഷ്യൻസിന്റെ കയ്യിൽ എത്ര രൂപക്ക് ചാർജ് ചെയ്യുന്നു, ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അത് ഫില്ലപ്പ് ചെയ്യുക, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഈ 3 പോയിന്റ് നന്നായിട്ട് നോക്കാം കേട്ടോ. അതിന് മുകളിൽ ഞാൻ പറഞ്ഞ ആ ഒരു സിസ്റ്റം എന്താണ്, മേജർ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് വരെ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത്, ഇത്രയും നേരം നമ്മൾ നോക്കിയത് ജസ്റ്റ് പറയാണ്, നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്രയും നേരം വരെ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആയിരുന്നു. മാനേജ്മെന്റ് സിസ്റ്റത്തിന് കീഴിൽ വരുന്നതാണ് ഏതൊക്കെ? നമ്മളുടെ പേഴ്സണൽ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, മൂന്ന് ഏതിൽ കീഴിൽ വരുന്നതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന് കീഴിൽ വരുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആണ്. ഏത്? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി മുതൽ നമ്മൾ ഇനി നോക്കുന്നത് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷന് കീഴിൽ വരുന്ന ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി, നമ്മൾ enable the clinicians to directly enter the orders electronically and assess the decision support tool and clinical care guidelines and protocol. So ഇന്ന് ഹോസ്പിറ്റലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളിപ്പോ പ്രിസ്ക്രിപ്ഷൻസ് ഇല്ല, ഹോസ്പിറ്റൽസുകൾ നോക്കുകയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ വളരെ കുറവാണ്. നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂവിൽ നിന്നൊരു പേപ്പറിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും, നമുക്ക് ഇന്ന മെഡിസിൻ ആണ് ഇന്ന മെഡിസിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്യും. ലാസ്റ്റ് മന്ത് ഞാൻ എന്റെ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ദർ ഇസ് നോ പ്രിസ്ക്രിപ്ഷൻ. ഞങ്ങൾ അത്യാവശ്യം എന്താ പറയാ, ഒരു എന്താ പറയുക ഗ്രാമപ്രദേശമാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഒരുപാട് ഹോസ്പിറ്റൽസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എന്നാൽ പോലും ഞങ്ങൾക്ക് അത് അത്ഭുതപ്പെട്ടു. കാരണം നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു മാറ്റം നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞങ്ങളിങ്ങനെ ചോദിച്ചു, അന്ന് ഞാൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, മോളുടെ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എടുക്കാറുള്ളതാണ്, നമുക്ക് കാർഡ് ഉള്ളതാണെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഫോൺ നമ്പർ ചോദിച്ചപ്പോ റിസപ്ഷനിസ്റ്റ് ഫോൺ നമ്പർ ഞാൻ കൊടുത്തേ. ഫോൺ നമ്പർ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേദായുധനല്ലേ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ നോട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു പീഡിയാട്രീഷ്യൻ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. സോ ഞാൻ എന്നോട് പോയി ചെന്നു, ഡോക്ടറിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഡോക്ടർ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ മെഡിസിൻസും കാര്യങ്ങളും എഴുതുന്നില്ല. നോട്ട് യൂസ് പെൻ യൂസ് ചെയ്ത് എഴുതുന്നില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് ലാപ്ടോപ്പ് ഉണ്ട്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞാൻ ചോദിച്ചു പ്രിസ്ക്രിപ്ഷൻ, കുഴപ്പമില്ല ഫാർമസിയിലേക്ക് പോകുമ്പോ അവിടുത്തെ മെഡിസിൻ വാങ്ങിച്ചോളാം പറഞ്ഞു. പ്രിസ്ക്രിപ്ഷൻ തരാണ്ട് നമ്മളെങ്ങനെ മെഡിസിൻ വാങ്ങിക്കും? അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ആ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ഇത്രയും കമ്പ്യൂട്ടറൈസ്ഡ് ആയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്നു ഫാർമസി ചെന്നിട്ട് പറഞ്ഞു ഞാൻ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടില്ല, ഡോക്ടർ ഇവിടേക്ക് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിച്ചു ഈ ഡോക്ടർ, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു ഇന്ന ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു വേദയല്ലേ, ഇന്നതാണ് ഇതിന്റെ മെഡിസിൻസ് ആണ്, പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആണ് പറഞ്ഞത്. ഇതിന്റെ മെഡിസിൻസ് ഇന്ന രീതിയിൽ കൊടുക്കണം, ഇതിന്റെ ഡോസേജ് ആണ്, കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞത്. സോ ഇപ്പം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് കുറയ്ക്കാൻ ഇതിൽ പരിധിവരെ ഹെൽപ്പ് ചെയ്യും. പണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വായിച്ചാൽ മനസ്സിലാകുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ പണ്ട്? ഓർമ്മയുണ്ടോ? അപ്പൊ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഫുള്ള് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയി, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു, ഫീ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്നു. സോ നമുക്ക് ഡയറക്ട്ലി ഈ ഒരു ഇലക്ട്രോണിക്കലി നമുക്ക് ഈ ഒരു അസസ് ഡിസിഷൻസ് എടുക്കാനും കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും ഒക്കെ ഡയറക്ട്ലി അസസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. സോ അപ്പോ അലൗസ് ദ ഡോക്ടേഴ്സ് ടു എൻ്റർ ഓർഡർ ഇലക്ട്രോണിക്കലി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിഷ്യനൊക്കെ കറക്റ്റ് ആയിട്ട് ഓർഡേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. റിഡ്യൂസ് ഹാൻഡ് റിട്ടേൺ ഓർ വെർബൽ ഓർഡേഴ്സ്, നമുക്ക് വെർബൽ ആയിട്ടുള്ള ഓർഡേഴ്സ്, ഹാൻഡ് റിട്ടേൺ ഓർഡേഴ്സ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രൊവൈഡ് ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ്, നമുക്ക് ഡിസിഷൻ സപ്പോർട്ട് ടൂൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ക്ലിനിക്കൽ കെയർ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾ, ക്ലിനിക്കൽ കെയർ ഗൈഡൻസും പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറൈസ്ഡ് ഓർഡർ എൻട്രി സിസ്റ്റത്തിലേക്ക് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ മെഡിക്കൽ ഫീൽഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ടെലിമെഡിസിൻ, ടെലി ഹെൽത്ത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ടെലിമെഡിസിൻ, ടെലി ഹെൽത്ത് വെച്ചാൽ നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മെഡിസിൻസ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? എന്താ
അല്ലെങ്കിൽ ടെലിഫോൺ വഴി നമുക്ക് നമ്മുടെ ഡോക്ടറിനോട് നേരിട്ട് കണ്ട് സംസാരിച്ച് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ഓൺലൈൻ. ഓക്കെ, സപ്പോർട്ട്, അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് റിമോട്ട് ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ, ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മുടെ ഡെലിവറി എത്തിച്ചെല്ലുന്നുണ്ട് അല്ലെ. ഇൻക്ലൂഡ് ഇമേജ് ക്യാപ്ചറിങ് ആൻഡ് ട്രാൻസ്മിഷൻ, നമുക്ക് പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് വീഡിയോ കോൾ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. വോയിസ് ആൻഡ് വീഡിയോ കോൺഫറൻസസ്, ടെക്സ്റ്റ് മെസ്സേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇപ്പൊ ഒരു ഡോക്ടറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വേണം, ബാംഗ്ലൂരുള്ള ഒരു ഡോക്ടറിന്റെ ഒരു എന്താ പറയുന്നത് ഒരു ഒപ്പീനിയൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ആ ഒരു ഡോക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺസേൺ ചെയ്യാൻ പറ്റും അല്ലെ. ഇന്നത്തെ മെഡിക്കൽ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. സോ ടെലിമെഡിസിനും ടെലി ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എമർജൻസി മെഡിസിൻസും കാര്യങ്ങളും ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ലതാണ് അല്ലെ ടെലിമെഡിസിൻസ്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഡേ ഒരു ഫാർമസി ചെന്നപ്പോ അവിടെ ഓൺലൈൻ ഡെലിവറി, ഫ്രീ ഓൺലൈൻ ഡെലിവറി. സോ സാധാരണ ബാക്കി എല്ലാ ഒരു ഇതിനും ഡെലിവറി ചാർജ് വാങ്ങിക്കാറുണ്ട്, പക്ഷെ മെഡിസിൻസിന്റെ കേസിൽ ഫ്രീ ഓൺലൈൻ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടപ്പോ എനിക്ക് അത്യാവശ്യം സന്തോഷം തോന്നി. കാരണം ഓൺലൈനായിട്ട് മെഡിസിൻസ് കിട്ടും, ഫ്രീ ആണല്ലോ, പേയ്മെന്റ് ഒന്നും വേറെ വരുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൂടുതൽ പേഷ്യൻസിന് നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ ടെലിമെഡിസിൻസ് ആൻഡ് ടെലി ഹെൽത്ത് സപ്പോർട്ട് റിമോട്ട് ഡെലിവറി ഓഫ് കെയർ. Common features include image capture, transmission, voice, video conference, testing message, etc. ഇതെല്ലാം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി റീഹാബിലിറ്റേഷൻ സർവീസ് ഡോക്യുമെന്റേഷൻ ആണ്. സപ്പോർട്ട് ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ട് ഓഫ്, നമുക്ക് ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ സർവീസ് ഒക്കെ കൊടുക്കുന്നത് നമുക്കിപ്പോ എന്താണ് കറക്റ്റ് ആയിട്ട് അത് ക്യാപ്ചർ ചെയ്യാനും അത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കണ്ടെത്താനും അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് പറ്റും. റീഹാബിലിറ്റേഷൻ സർവീസ് ഡോക്യുമെന്റേഷൻ സപ്പോർട്ട്സ് ദ ക്യാപ്ചറിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് occupational therapy, physical therapy, speech pathology service, etc. Speech therapy എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് നമ്മൾ സ്പീച്ച് തെറാപ്പി കാര്യങ്ങൾ കൊടുക്കുന്നു. ഫിസിയോതെറാപ്പി അതൊക്കെ നമുക്ക് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ എപ്പോഴാണ് അവർ അവൈലബിൾ ആകുന്നത്, എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ HIMSൽ കിട്ടും. ദെൻ പേറോള്, പേറോൾ എന്ത് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പേറോൾന്ന് കേട്ടിട്ടുള്ളത്? ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ പേറോൾന്ന്? കോളേജിലും പേറോൾന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. പേറോള് ശരിക്കും റിലേറ്റഡ് ആയിട്ടുള്ളത് വെച്ചാല് സാലറിയാണ്. സാലറി, വേജസ് ആൻഡ് സാലറി ആയിട്ടുള്ള പേറോള് എപ്പോഴും റിലേറ്റഡ്. എബൌട്ട് സ്റ്റാഫ്, നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന്റെ വേജസും സാലറിയുടെ എംപ്ലോയീസ് ഉണ്ടാവും, ഡെയിലി വേജ് കൊടുക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവും, അവരുടെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും നമ്മൾ പേറോളിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. പേറോൾ ഡിഡക്ഷൻസ് ഉണ്ടാവും. ടാക്സ് ഡിഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ EPF-ലേക്ക് പോകുന്ന ഫണ്ട്, PF-ലേക്ക് പോകുന്ന ഫണ്ട്, PF എന്നൊക്കെ ഉണ്ടോ, പ്രൊവിഡന്റ് ഫണ്ട്. ESI കേട്ടിട്ടുണ്ടോ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കേട്ടിട്ടുണ്ടോ? ഇത് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴായിട്ട് മിസ് സാലറിന്ന് കുറെ പൈസ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇതൊക്കെ എന്താണ് ചോദിച്ചു പോകുന്നതെന്ന്. അങ്ങനെ ആയിരിക്കും കേട്ടോ. സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് പറയുമല്ലോ ഇത്ര എമൗണ്ട്, ചിലപ്പോൾ 25,000 ആയിരിക്കും ബേസിക് പറയുന്നത്. പക്ഷെ ഈ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കൈ കിട്ടുമ്പോൾ 20,000 ആണ്. അയ്യോ ഈ പൈസ എവിടെ പോയി എന്ന് ആലോചിക്കുമ്പോ ഇങ്ങനൊരു മിസ് ഒരു ദിവസം വന്നിരുന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കും. പക്ഷെ നമുക്ക് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ തന്നെ കിട്ടണമെന്നില്ല. ഇത് കുറച്ച് ഡിഡക്ഷനും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ESI-ലേക്ക് PF-ലേക്കൊക്കെ കുറച്ച് ഫണ്ടും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ നമ്മളുടെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് അവരും കൂടി ഒരു കുറച്ച് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഓരോ പറഞ്ഞ സ്കീമിലേക്ക് മാറ്റി. അപ്പൊ അങ്ങനെ മാറ്റുന്നത് എങ്ങനെയാണ്, അത് ഓരോ സ്റ്റാഫിന്റെ എത്ര രൂപ ഡിഡക്ട് ചെയ്തു എന്നതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ടാക്സ് വിത്ത് ഹോൾഡിംഗ് ആൻഡ് പേ സ്റ്റാറ്റസ്, പേയ്മെന്റ് സ്റ്റാറ്റസ്, ഓരോരുത്തരുടെയും പേയ്മെന്റ് സ്റ്റാറ്റസ് എത്രയാണ്, എത്ര രൂപ അവർ പേ ചെയ്തിട്ടുണ്ട്, മന്ത്ലി ഇത്ര രൂപ പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും.
Payroll makes the information about the staff salaries, payroll deduction, tax without withholdings, payment status, ഇതൊക്കെല്ലാം പേറോളിൽ കാണാൻ പറ്റും. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും ആ ഒരു സ്ഥാപനത്തിലെ പേറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. Then next ആണ് staff scheduling system. In scheduling ആൻഡ് മോണിറ്ററിങ് സ്റ്റാഫിന് നീഡ്സ്, നമ്മൾ സ്റ്റാഫ്സിന് വേണ്ട നീഡ്സും കാര്യങ്ങളും അസിസ്റ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇതെല്ലാം സ്റ്റാഫ് ഷെഡ്യൂളിംഗ് അസിസ്റ്റിൽ വരും. സ്റ്റാഫുകൾക്ക് വേണ്ട ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കണം അല്ലെ, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് സ്റ്റാഫ് ഷെഡ്യൂളിംഗ് വരുന്നത്. ഹെൽപ്സ് ടു ഷെഡ്യൂൾ ദ സ്റ്റാഫ് ഡ്യൂട്ടീസ്, സ്റ്റാഫ്സ് ഓരോ സ്റ്റാഫ്സും എന്ത് ടൈപ്പ് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ സ്റ്റാഫ് ഷെഡ്യൂളിംഗിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ദെൻ മോണിറ്ററിംഗ് സ്റ്റാഫ് നീഡ്സ്, ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും നീഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂട്ടോ. ഇനി സ്റ്റാഫ് ടൈം ആൻഡ് അറ്റൻഡൻസ്, tracks the employee work schedule and attendance. നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സിന്റെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. മേ ബി പഞ്ചിങ് ആയിരിക്കും മെയിൻ ആയിട്ട് അവിടെ വരുന്നത്. ഹോസ്പിറ്റൽസിലൊക്കെ മെയിൻ ആയിട്ട് പഞ്ചിങ് ID അല്ലെങ്കിൽ ഹാൻഡ് അങ്ങനെ പഞ്ചിങ് ആണ് സാധാരണയായിട്ട് വരാറ്. അപ്പൊ ട്രാക്സ് എംപ്ലോയി ഷെഡ്യൂൾ, ഈ ടൈം ലേറ്റ് ആയിട്ടാണ് വന്നത്, ഇന്നത്തെ ടൈം കറക്റ്റ് ആണ്, പഞ്ച്വൽ ആണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആ ഒരു സ്റ്റാഫ് ടൈം അറ്റൻഡൻസ് ഹെൽപ്പ് ചെയ്യും. Then മെഡിറ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്, മെഡിസിൻസിന്റെയും കാര്യങ്ങളുടെയും അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ വരുന്നത്. യൂസ്ഡ് മെയിൻലി ബൈ നേഴ്സ്, നേഴ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ്സിൽ ഏതൊക്കെ ടൈപ്സ് മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഏത് ടൈപ്പ് മെഡിസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡോസേജ് എങ്ങനെയാണ്, എപ്പോഴാണ് ടൈം എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്, ഏത് ടൈമിലാണ് മെഡിസിൻസ് കാര്യങ്ങൾ കൊടുത്തത് എന്നതാണ് ഈ മെഡിറ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്യുന്നത്. ഇതുപോലെ ആരാണ്, ഏത് നേഴ്സാണ് ആ ഒരു മെഡിസിൻ കൊടുത്തത് എന്നുള്ളതൊക്കെ ആ ഒരു മെഡിറ്റേഷൻ അഡ്മിനിസ്ട്രേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ ചെയ്തത് മുതൽ നിങ്ങൾക്ക് വായിക്കാവോ? ഇതില് ആദ്യം നമ്മൾ പഠിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം കീഴിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറൈസ്ഡ് ഓർഡർ എൻട്രി മുതൽ നമ്മൾ പറഞ്ഞ എന്താണ്, ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് റീഡ് ചെയ്യാവോ? റീഡ് ചെയ്യട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? മറ്റുള്ളവര് നമ്മള് ഇനി ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഹിസ്റ്ററി നോക്കാണ്ട് ഇത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഇങ്ങനെ ഒരു സിസ്റ്റം അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ടൈം ഉണ്ടല്ലോ. ഇവിടെ മുതലാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. History and evolution of healthcare information system 1960s to today. നമ്മൾ 1960s മുതൽ ഇന്ന് വരെ ഉള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഹിസ്റ്ററി ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് കേട്ടോ. Since 1960s, the development and the use of health information system have changed dramatically with advance in technology and the impacts of environmental influences and payment economics. അപ്പോ 1960 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് വളരെ എന്താ പറയുക, നമുക്ക് ഡ്രമാറ്റിക്കലി ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി, നമ്മൾ ആ ടൈമിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുന്ന ഒരു സമയമാണ്. സോ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയെയും നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേയ്മെന്റ് എക്കണോമിക്സിനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കാരണമായിട്ടുണ്ട്. നമ്മുടെ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് 1960s. Then ഈ കാലഘട്ടം മാറി in 1960 to 1970 health care executives invested primarily in administrative and financial information system. അപ്പോൾ 1960-70 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഹെൽത്ത് എക്സിക്യൂട്ടീവ്സ് മെയിൻലി ഫോക്കസ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മാത്രമായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് കുഡ് ഓട്ടോമേറ്റ് ദ പാർട്ട് ഓഫ് ബില്ലിംഗ് പ്രോസസ്. അങ്ങനെയാണ് ഓട്ടോമാറ്റിക് ബില്ലിംഗ് പ്രോസസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഫെസിലിറ്റേറ്റ് ആക്യുറേറ്റ് മെഡിക്കെയർ കോസ്റ്റ് റിപ്പോർട്ടിംഗ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മെഡിക്കെയർ കോസ്റ്റും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. The administrative application that were used were generally found in large hospitals. അപ്പൊ സാധാരണ ഹോസ്പിറ്റൽസിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം മാത്രമായിരുന്നു. കാരണം അവിടെ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ മാനേജ് ചെയ്തിരുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വലിയ ഹോസ്പിറ്റൽസിൽ, ലാർജ് ഹോസ്പിറ്റൽസിൽ മാത്രമായിരുന്നു ആപ്ലിക്കബിൾ ആയിരുന്നത്. Such as those affiliated with academic medical centers. ലാർജ് ഹോസ്പിറ്റൽ അക്കാഡമിക് ആയിട്ടുള്ള മെഡിക്കൽ സെന്റേഴ്സിലൊക്കെയായിരുന്നു ഇത് ഫോളോ ചെയ്തിരുന്നത്. The administrative applications follow ചെയ്തത്. These larger health organizations were often the only one with the resource and staff available to develop, implement and support such a system. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ മാത്രമായിരുന്നു ഈ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ മാത്രം റിസോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ട സ്റ്റാഫ്സ് ഈ വലിയ ലാർജ് ഹോസ്പിറ്റൽസിൽ മാത്രം അവൈലബിൾ ആയിരുന്നു. സപ്പോർട്ട് സിസ്റ്റവും അവർക്ക് മാത്രമാണ് അവൈലബിൾ ആയിരുന്നത്. അതുകൊണ്ടാണ് സ്മോൾ ഹോസ്പിറ്റൽസിലൊന്നും അഡ്മിനിസ്ട്രേറ്റീവ് ആപ്ലിക്കേഷൻസ് അത്ര ഉണ്ടാവാത്തത്. It was common for these facilities to develop their own administrative and financial application in-house in what were then known as data processing department. അപ്പോൾ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസിന് നമ്മൾ കോമൺലി പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ കോമൺലി പറഞ്ഞിരുന്ന പേര്. The system themselves run on large mainframe computers. Mainly ഒരുപാട് ഫ്രെയിംസ് ഒക്കെ ലാർജ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടായിരുന്നു ഈ സിസ്റ്റം റൺ ചെയ്തിരുന്നത്. Which had to be housed in large, വലിയ ഹൗസിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. എൻവയോൺമെന്റൽ കൺട്രോൾ സെറ്റിംഗ്സ്, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യണം എന്നുള്ള സെറ്റിംഗ്സ് ആണ് പണ്ടത്തെ കമ്പ്യൂട്ടറിന്റെ കാര്യം അറിയാതെ നിങ്ങൾക്ക്. Recognizing that small community based hospital could not afford the
cost of an in-house mainframe system. നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ മാത്രമാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ ഹോസ്പിറ്റൽസിനൊന്നും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്താ പറയാ മെയിൻ കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങളും അഫോർഡ് ചെയ്യാനേ പറ്റുന്നില്ല. അതൊരു ഇൻഹൗസ് ഫ്രെയിം സിസ്റ്റം അവർക്ക് അഫോർഡബിളേ അല്ല. Lending vendor begins offering shared system which allowed hospital to use mainframe alongside other hospitals. അപ്പോ ഇത് ലെൻഡിങ് വെൻഡേഴ്സ് ഇത് ചെറുതായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റി. Vendors typically charged participating hospital for computer time and storage. അവർ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടർ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. ഇത്ര എമൗണ്ട് ചാർജ് ചെയ്തിട്ടായിരിക്കും അവർ ഇൻഫർമേഷൻസ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുന്നത്. ഫോർ ദ നമ്പർ ഓഫ് ടെർമിനൽ കണക്ഷൻ ആൻഡ് ഫോർ റിപ്പോർട്ട്സ്. അപ്പോൾ അവർ റിപ്പോർട്ട്സിനും ഒരുപാട് ടെർമിനൽ കണക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് അവർ ഫീയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത്. ബൈ 1970 department systems such as clinical laboratory, pharmacy system began to develop. അപ്പോൾ നമ്മുടെ 1970s കഴിഞ്ഞപ്പോഴേക്കും ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റംസ് ലൈക്ക് ക്ലിനിക്കൽ ലബോറട്ടറി ഫാർമസി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. coincident with the advent of mini computers. അപ്പോഴാണ് നമ്മൾ ഈ മിനി കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു വരവ്. were smaller and more powerful than some of the mainframe computers. നോക്കുകയാണെങ്കിൽ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മോളർ ആണ്, അതേപോലെ കുറച്ചുകൂടി പവർഫുൾ ആണ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ പോലെ ഒരു ഇൻഹൗസ് കമ്പ്യൂട്ടറിന് അത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊന്നും വേണ്ട. Than mainframe computers available at a cost that could be justified by the revenue generating departments. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്കത് കിട്ടാനായിട്ട് തുടങ്ങി. Clinical application including department system such as laboratory, pharmacy and radiology become more common places. അപ്പോൾ നമ്മൾ ഈ ഒരു മിനി കമ്പ്യൂട്ടേഴ്സ് കോമൺ ആയിട്ട് കാണുന്ന പ്ലേസുകളായിട്ട് ലബോറട്ടറി, ഫാർമസി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മാറി. മോസ്റ്റ് സിസ്റ്റം വേർ സ്റ്റാൻഡ് അലോൺ ആൻഡ് ഡിഡ് നോട്ട് ഇന്റർഫിയർ വെൽ വിത്ത് അതർ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ലബോറട്ടറിയിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ചെയ്യും. ഫാർമസി എന്ന് പറയുമ്പോൾ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ചെയ്യും. റേഡിയോളജി സിസ്റ്റം എന്ന് വെച്ചാൽ അവരുടെ റേഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന, അങ്ങനെ ഓരോ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്ന ഒരു ടൈമായിരുന്നു 1970 എന്ന് പറയുന്നത്. അത് മിനി കമ്പ്യൂട്ടേഴ്സിന്റെ വരവോട് കൂടിയാണ് ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. 1960 മുതലുള്ള ഒരു ഹിസ്റ്ററി പറഞ്ഞാണ്. അപ്പോ ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു ടൈം പീരീഡ് ആണ്. ഇത് ഹോസ്പിറ്റൽ മേഖലയെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യം 1960-70 കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ഫണ്ട്സും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബില്ലിംഗ് പ്രോസസ് കാര്യങ്ങളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ടിപ്പിക്കലി ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആപ്ലിക്കേഷൻസ് വലിയൊരു അക്കാഡമിക് മെഡിക്കൽ സെന്റേഴ്സ്, ലാർജ് ഹോസ്പിറ്റൽസ് മാത്രമായിരുന്നു അഫോർഡബിൾ ആകുന്നത്. അപ്പോ അവർക്ക് മാത്രമാണ് അതിന് അവൈലബിൾ ആയിട്ട് സ്റ്റാഫ്സും ഇംപ്ലിമെന്റ്സും റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പതിയെ ഈ ഡാറ്റ പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഇൻഹൗസ് ഡാറ്റ പ്രോസസ്സിംഗ് കാര്യങ്ങൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ തുടങ്ങി. സോ അത് സ്മോൾ ഹോസ്പിറ്റൽസിന് അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു വെണ്ടർ സെല്ലർ എന്ത് ചെയ്യും, അതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് സെല് ചെയ്തിട്ട് ആ ടൈം കമ്പ്യൂട്ടർ ടൈം ആൻഡ് സ്റ്റോറേജ് കാര്യങ്ങൾ സെയിൽ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അതിന് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും എന്ന് പറഞ്ഞു. പതിയെ മിനി കമ്പ്യൂട്ടേഴ്സിന്റെ വരവോട് കൂടി അത് നമ്മൾ കോമൺലി കാണുന്ന നമ്മളെല്ലായിടത്തും ഇപ്പോ എന്താ പറയാ ലബോറട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ, പിന്നെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, അങ്ങനെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി റിലേറ്റഡ് സർവീസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പ്യൂട്ടർ, അങ്ങനെ ഇപ്പൊ കോമൺ പ്രൊഡക്ട്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് കമ്പ്യൂട്ടേഴ്സിന്റെ വരവ് കണ്ടു. അപ്പോൾ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
എല്ലാവരും അവരുടെ പോർഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്യുക കേട്ടോ. പോർഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കുക. ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ നന്നായിട്ട് ഇത് റീഡ് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു പോവാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? താങ്ക് യു ഓൾ.